കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു ദുരന്ത പ്രദേശങ്ങളെല്ലാം കാണുന്നതിന് വേണ്ടി. അത് നിങ്ങളൊരു അഭിപ്രായങ്ങളെല്ലാം പ്രകടിപ്പിച്ചു. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അതിനെ എതിർത്തു. ഞങ്ങൾക്ക് ഈ രണ്ട് യാത്രയ്ക്കും ഞങ്ങൾക്ക് CPM-നെ സംബന്ധിച്ചുള്ള ഒരു വിരോധമില്ല. കാരണം മുഖ്യമന്ത്രിമാർക്ക് ഇതേപോലെ യാത്ര ചെയ്യേണ്ടി വരും, അത്യാവശ്യം പോവേണ്ടി വരും, അതിനെക്കാർക്ക് ഒരു സംശയമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു നയം, ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുമ്പോൾ വേറൊരു നയം, അതൊരു മാധ്യമ പ്രവർത്തനത്തിന് ശരിയായ രീതിയാണ്. അല്ല, അതിൽ EP-യുടെ അഭിപ്രായം എന്താണെന്ന് യഥാർത്ഥത്തിൽ വ്യക്തമല്ല. അദ്ദേഹം ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് കാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞതെന്ന്. ഇത് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മുഴുവൻ അറിയാം. ഈ കച്ചവടത്തിൽ ഈ 49% ഷെയർ വിൽപ്പനയിൽ വൻ തോതിലുള്ള കൊള്ള നടക്കുന്നു എന്നുള്ള കാര്യം. അതിനിപ്പോൾ പ്രത്യേകിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ശൈലജ ടീച്ചർ പറഞ്ഞത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഗവൺമെന്റ് മാറുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരെയെല്ലാം മാറ്റാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക പ്രശ്നം മുൻ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പും അദാനിയുടെ ഭാഗത്തു നിന്നും ഈ ദിവ്യ എസ് അയ്യരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളത് അനുവദിച്ചില്ല. അവർ നല്ലൊരു ഓഫീസറാണ്, സ്റ്റേറ്റിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദാനിയുടെ ഭാഗത്തു നിന്ന്, ആ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രപ്പോസൽ നമ്മൾ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ഒരു കാര്യമാണത്. ഈ രണ്ട് കാര്യങ്ങൾ ഈ നിലയിൽ കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം നിങ്ങളെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു ദുരന്ത പ്രദേശങ്ങളെല്ലാം കാണുന്നതിന് വേണ്ടി. അത് നിങ്ങളൊരു അഭിപ്രായങ്ങളെല്ലാം പ്രകടിപ്പിച്ചു. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അതിനെ എതിർത്തു. ഞങ്ങൾക്ക് ഈ രണ്ട് യാത്രയ്ക്കും ഞങ്ങൾക്ക് CPM-നെ സംബന്ധിച്ചുള്ള ഒരു വിരോധമില്ല. കാരണം മുഖ്യമന്ത്രിമാർക്ക് ഇതേപോലെ യാത്ര ചെയ്യേണ്ടി വരും, അത്യാവശ്യം പോവേണ്ടി വരും, അതിനെക്കാർക്ക് ഒരു സംശയമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു നയം, ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുമ്പോൾ വേറൊരു നയം, അതൊരു മാധ്യമ പ്രവർത്തനത്തിന് ശരിയായ രീതിയാണ്.